ഞാൻ ഇന്ന് മുതൽ പണക്കാരനാകാൻ പോവുകയാണെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാരണം എൻ്റെ ഫീൽഡ് സ്പിരിച്വൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സ്പിരിച്വൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു, അതിനെ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞു എൻ്റെ 5 പൈസയില്ല. ഓക്കെ ഗുഡ്, നീ കുറച്ച് പൈസ കടമെടുക്കുക അത്യാവശ്യം. മെയിൻ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിൻ്റെ ഏറ്റവും വില കൂടിയ കാറ് ആരിൻ്റെ അടുത്താണ് സെർച്ച് ചെയ്ത് അവൻ്റെ കൂടെ അവനെയും വിളിച്ച് അല്ലെങ്കിൽ ആ കാർ എടുത്തിട്ട് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെന്നോളൂ. കുറച്ച് നേരം ആ ഒരു ഫ്രീക്വൻസി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പോവർട്ടി ഇല്ല, എല്ലാവരും ക്യാഷ് ഉള്ളവരാണ്. അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ, അതായത് ഈ വെള്ളടിച്ച് സൂയിസൈഡ് ചെയ്യാന്ന് വെച്ചിട്ട് വലിയൊരു ബിസിനസ്മാനാണ്. ഒരു വ്യക്തി എന്നുള്ള എനിക്ക് ഞാൻ ഇന്ന് മുതൽ പണക്കാരനാകാൻ പോവുകയാണെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾക്കൊരു ബോധം വേണം. ഏത് ഫീൽഡ് ഞാനൊരു എൻ്റെ പറയാം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പറയാം ഉദാഹരണം. അപ്പോഴാണ് കുറച്ചുകൂടി എന്താ വെച്ചാൽ ഞാൻ അറിയാത്ത ഒരാളിനെ പറയുന്നേക്കാൾ നല്ലത്. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഇപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട്, അപ്പൊ അവരൊക്കെ ചോദിക്കും ഞാൻ എങ്ങനെ നടക്കണം. തീർച്ചയായും കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ വരുന്നത്. അപ്പൊ അയാള് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സാലറി ഇത്രയാണ്, അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോബ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ്. അത് ആദ്യം നമ്മൾ തിരിച്ചറിയാം. നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും, നമ്മുടെ ലെവൽ എന്താണ്, നമുക്ക് ആരോഗ്യമുണ്ടോ, മീൻസ് ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യമുള്ള രീതിയിലേക്ക് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏജ് എത്ര ആയിക്കൊണ്ടിരിക്കണോ, നമുക്ക് എത്ര കാലം ഇനി ഇതേപോലെ വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാലന്റ് എന്താണ്, ഈ ടാലന്റ് ഉപയോഗിച്ച് സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് അവസരം വരാൻ തുടങ്ങും. അതായത് നമ്മൾ ഏത് തലത്തിലേക്ക് പോകുന്നു ആ തലത്തിലുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവുക. ഇപ്പം നമ്മൾ തന്നെ ബസ്സിൽ പോകുന്നു, കാറിൽ പോകുന്നു, ഫ്ലൈറ്റിൽ പോകുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചില ആളുടെ അടുത്തിരുന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. എന്തുകൊണ്ടാണ്? അയാൾ നമുക്ക് പരിചയമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയി? ഇറിറ്റേറ്റഡ് എന്താണെന്ന് വെച്ചാൽ അയാളുടെ വൈബ്രേഷനും നമ്മുടെ വൈബ്രേഷനും ശരിയല്ല. കാരണം നമ്മുടെ വൈബ്രേഷൻ അല്ല അയാളുടെ വൈബ്രേഷൻ. ഓട്ടോമാറ്റിക് നമുക്ക് അയാളെ കാണുമ്പോൾ ചിലപ്പോൾ 2 കൊടുത്താൽ തോന്നും, എണീറ്റ് പോകാൻ തോന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ആ ശത്രു അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഉള്ള ആളായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഹൈ പോസിറ്റീവ് ആയിരിക്കും തന്നെ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധം ഭയങ്കര ദൃഢമാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒന്ന് കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ഇങ്ങോട്ട് നമ്മൾ സംസാരിച്ചേക്ക് ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഓർമ്മയുണ്ടെന്ന് അതൊന്ന് പറഞ്ഞാൽ. ഞാനൊരു ഉദാഹരണം നമ്മൾ കാഷ്വലി സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ US ഗൾഫ് കൺട്രീസിലും ഒരുപാട് നല്ല പോസ്റ്റിലിരുന്നു. പിന്നെയാണ് സ്പിരിച്വൽ മാർഗത്തിലേക്ക് വന്നത്. അപ്പോൾ ലൈഫിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഹൈ റോക്കറ്റ് പോലെയായിരുന്നു എനിക്ക് ബിസിനസ് തുടങ്ങിയപ്പോൾ. അതിനേക്കാൾ സ്പീഡിൽ താഴേക്ക് വന്നു. കാരണം എൻ്റെ ഫീൽഡ് സ്പിരിച്വൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സ്പിരിച്വൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു, അതിനെ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഷാജി ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന പേരിൽ തന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വയം സെൽഫായിട്ട് തിരിച്ചറിഞ്ഞിട്ട്, ഓക്കെ എൻ്റെ കയ്യിൽ ബിസിനസ് എടുത്ത് പൊളിഞ്ഞു പോയി. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ ക്യാഷ് ഉണ്ടെങ്കിലേ എവിടെയും ഏത് ഗുരുവിൻ്റെ അടുത്ത് പോകണമെങ്കിലും സമ്പത്തുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. കാരണം ഹയർ കോഴ്സുകളിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഹയർ പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റും. അത് പുറത്തുള്ള ഗുരുക്കന്മാർ എസ്പെഷ്യലി കൊടുത്താൽ അവർ അതിൻ്റെ പ്രതിഫലം നമുക്ക് റിസൾട്ട് കറക്റ്റ് കിട്ടും. നമുക്ക് അങ്ങനെയാണ് ഞാനൊരു ഈ തലത്തിലേക്ക് വന്നത്. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നീ എന്താണ് ഞാൻ പറഞ്ഞു, ഞാനാകെ ടെൻഷനാണ്, ടയർഡാണ്, വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങാറില്ല. കാരണം എൻ്റെ ക്യാഷ് ലോസാണ്, ഒരുപാട് ലോണുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ജപ്തി, ഒരുപാട് ഇഷ്യൂസ് പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ബിസിനസ്സിൽ സംഭവിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഒന്ന് റിലാക്സ്ഡ് ആവും, ഫോർഗെറ്റ് എവറിത്തിങ്. ഞാൻ പറഞ്ഞു എൻ്റെ 5 പൈസയില്ല. ഓക്കെ ഗുഡ്, നീ കുറച്ച് പൈസ കടമെടുക്കുക അത്യാവശ്യം. മെയിൻ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിൻ്റെ ഏറ്റവും വില കൂടിയ കാറ് ആരിൻ്റെ അടുത്താണ് സെർച്ച് ചെയ്ത് അവൻ്റെ കൂടെ അവനെയും വിളിച്ച് അല്ലെങ്കിൽ ആ കാർ എടുത്തിട്ട് നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെന്നോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 5 പൈസ ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ 5 പൈസ. അതാണ് നിന്റെ പ്രശ്നം, നീ പോവർട്ടി കോൺഷ്യസിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തേക്കെങ്കിലും നീ ഇതെല്ലാം മറക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ ഗുരു, ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പറ്റുമോ? യെസ്. ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ആ ഒരു ലൈഫ്. ഞാൻ ഹയർ ലെവലിൽ ഇരുന്ന ആളെ ലോ ലെവലിലേക്ക് എത്തി. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ്പീരിയൻസ്ഡ് ഇല്ല. എനിക്ക് താഴെ പോയി കളിക്കാൻ പറ്റത്തില്ല, കാരണം അത് ഞാൻ അറിയാലോ ഒരു മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ഗുരു അല്ലെങ്കിൽ എൻ്റെ മാസ്റ്റർ, എൻ്റെ ടീച്ചർ, ട്രെയിനർ, പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിക്കൂ, യു ക്യാൻ ഗെറ്റ് എവറിത്തിങ്, ട്രൈ എന്ന് പറഞ്ഞു. എന്നിട്ട് പോയോ?
ഞാൻ തന്നെ പോയി, ഞാനതാ പറഞ്ഞു, ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവം. ഞാൻ ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി, നല്ലൊരു കാറിൽ തന്നെയാണ് പോയത്. ആര് കണ്ടാലും തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല, നല്ല കാറിൽ പോയി. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, പുറത്ത് എൻ്റെ കൂടെ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു, ഡ്രൈവർ കം ഓണർ എന്ന് പറയാം, പുള്ളി എന്നെ കൊണ്ടാക്കുകയും ചെയ്തു. കാരണം എൻ്റെ ഒരു അത്രയും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം ഞാനവിടെ പോയി ഒരു കോഫിക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ വെയിറ്റർ അടുത്ത് പറഞ്ഞു, കുറച്ച് നേരം ഒരാൾ വെയിറ്റ് ചെയ്യണം ഞാൻ, എന്താ വെച്ചാൽ പെട്ടെന്ന് കോഫി ഒന്ന് കുടിച്ച് ഇറങ്ങാനില്ല. മാസ്റ്റർ പറഞ്ഞത് ആ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കാനാണ് പറഞ്ഞത്. കുറച്ച് നേരം ആ ഒരു ഫ്രീക്വൻസി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പോവർട്ടി ഇല്ല, എല്ലാവരും ക്യാഷ് ഉള്ളവരാണ്. സമയം കളയാനും ബിസിനസ്സിനും പിന്നെ ജസ്റ്റ് എൻജോയ് ചെയ്യാനും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും അവർ വന്നിരിക്കുകയാണ്, ആളുകൾ വരികയാണ്. അപ്പോൾ ആ ഒരു എനർജി തന്നെ ഹൈ പോസിറ്റീവ് വൈബാണ്. നമ്മളവിടെ ആരുടെ അടുത്ത് സ്ട്രെസ് എനർജി ഒന്നും കാണാനില്ല, എല്ലാവരും ഹാപ്പിയാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ലെവലാണ് അവിടെ. അപ്പോൾ ഞാൻ അതിൽ ഇരുന്നപ്പോൾ ഞാൻ മറന്നുപോയി, കാരണം ഞാൻ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും നല്ല ഡ്രസ്സ് ഇട്ട് വെൽ സെറ്റിൽഡ് ആയിട്ട് കാണുന്ന ആരും കണ്ടാലും എന്നെയും തെറ്റിദ്ധരിക്കില്ല. 1 മണിക്കൂർ ഇരുന്നപ്പോൾ എനിക്കും തോന്നി ഞാനും എന്തോ ആണെന്ന്. നമ്മൾ മൈൻഡ് കൊണ്ട് ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് ഒരാൾ എന്നെ മീറ്റ് ചെയ്യാൻ വന്നു കണ്ടിട്ട്. എന്താണ് നല്ല ഹാപ്പി മീൻസ് എൻ്റെ ഒരു പെർഫോമൻസ് ഞാനും എന്തോ സംഭവമാണ് പെർഫോം ചെയ്യണം അവിടെ. നമ്മളവിടെ അതേ ലെവലിലേക്ക് മാറുകയാണ്. പെർഫോമിംഗ് അല്ല, പെർഫോമിംഗ് ഓട്ടോമാറ്റിക്. നമ്മൾ അവരെല്ലാം കണ്ടിങ്ങനെ സത്യത്തിൽ വാച്ച് ചെയ്തിരിക്കുക, ബ്ലണ്ടറായി ഇരിക്കുക എന്ന് പറയാം സാധാ ഭാഷയിൽ. പക്ഷെ കാണുന്ന ആൾക്ക് അവർക്ക് അറിയില്ലല്ലോ ആർക്ക് ക്യാഷ് ഉണ്ട് ക്യാഷ് ഇല്ല അല്ലെങ്കിൽ അവസ്ഥ എന്ത്. ആ അവസ്ഥയിൽ അവർ വന്നു എന്നോട് സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഞാനൊരു ക്ലയൻറ്റിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്കും ടെൻഷനൊക്കെ ഉണ്ട്, ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മീൻസ് ഇത്രയും ഞാനൊരു 1000 rupees കൊടുത്ത് ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 1000 എൻ്റെ കൺസൾട്ടിങ്. പുള്ളി പറഞ്ഞു, അത് വിഷയമല്ല, പൈസയല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നു, വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. പുള്ളി അവിടെ റൂം എടുത്തിട്ടുണ്ട് ആ 5 സ്റ്റാർ ഹോട്ടലിൽ, ഒന്ന് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പേയ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ ഇത് എപ്പോഴാണല്ലോ സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് കടം കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. പുള്ളി പറഞ്ഞു, ക്യാഷിൻ്റെ കാര്യം ചിന്തിക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം, എൻ്റെ കാര്യങ്ങൾ. ഓട്ടോമാറ്റിക് ഞാൻ അയാളെ ഇൻസ്പിറേഷൻ ചെയ്തു. എനിക്ക് പേയ്മെൻറ്റ് മാത്രമല്ല, പുള്ളി എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടി ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ പോയത് കാര്യം സിമ്പിളായി നടന്നു. മാസ്റ്ററോട് ഷെയർ ചെയ്ത് മാസ്റ്റർ പറഞ്ഞു, അവിടെ എന്താണ് വേണ്ടത്? അയാൾക്ക് വേണ്ടത് ഒരു ആശ്വാസമാണ്. അവിടെ ക്യാഷ് ഉണ്ട്, പക്ഷെ അവർക്ക് ചില ഗൈഡ് ലൈൻസ് കിട്ടണം, അതില്ല. അപ്പോൾ അവിടെ ആ ഗൈഡ് ലൈൻസാണ് നമ്മൾ കൊടുത്തത്. ഗൈഡ് ലൈൻസിന് എന്ത് ചെയ്തു? ക്യാഷ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തുടങ്ങി. എൻ്റെ 2 പേർക്കാണ് അവിടെ ചേഞ്ച് ഉണ്ടായത്. എനിക്കും ചേഞ്ച് ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ മാറണം. നമ്മൾ മാറിയാലേ നമുക്ക് വേറെ ആൾ മാറ്റാൻ പറ്റും. നമ്മൾ അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ ടെൻഷൻ വെച്ച് അല്ല, അത് ചോദ്യത്തിന് ഉത്തരവുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അവിടെ റൂം എടുത്ത് വെള്ളം അടിച്ചിരിക്കുകയായിരുന്നു. അതായത് ഈ വെള്ളം അടിച്ച് സൂയിസൈഡ് ചെയ്യാന്ന് വെച്ചിട്ട് വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് പുറത്ത് കൗണ്ടറിലേക്ക് ഒരു ആ ഒരു സ്ട്രെസ്സിൽ പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ റിലാക്സ് ആയിട്ട്. അപ്പോൾ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു പുള്ളി എന്നെ, എൻ്റെ മൂവ്മെൻറ്റുകൾ, ഞാൻ സംസാരിക്കുന്ന രീതികൾ, ആക്ഷനൊക്കെ. അപ്പോൾ പുള്ളി വിചാരിച്ചു എന്തോ ഒരു സ്പെഷ്യാലിറ്റി എന്നിൽ പുള്ളി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹാപ്പിനെസ്, ഞാൻ എൻ്റെ ഒന്നുമില്ല അന്ന്, ഹാപ്പിനെസ് മാത്രമേ ഞാൻ കാണിക്കാനുള്ളൂ, എൻ്റെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയിൽ സ്മൈൽ ചെയ്തിരിക്കുകയാണ്. അതാണ് പുള്ളി പറഞ്ഞ്, എനിക്ക് നിങ്ങളുടെ ആ ഒരു റിയാലിറ്റിയാണ് ഫീൽ ചെയ്ത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആ ഒരു സ്മൈൽ റിലാക്സ് ആയിട്ടിരിക്കുന്നു. പിന്നെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് റെസ്പെക്ട് തോന്നി, കാരണം ബിഗ് സീറോ ആണ് നിങ്ങൾ, പക്ഷെ ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, പക്ഷെ ടെൻസ്ഡ് ആണ്, കാരണം എൻ്റെ റിലേഷൻഷിപ്പ്, ഫാമിലി ഇഷ്യൂസ്. അപ്പോൾ ഞാൻ അതൊക്കെ സിമ്പിളായി പറഞ്ഞു കൊടുത്തു. പുള്ളി അത് ഫോളോ ചെയ്തു. മരണം ഒരിക്കലും ഇപ്പോഴും ആ ബന്ധം ഉണ്ട്. അങ്ങനെ ഒരുപാട് ആ പുള്ളി തന്നെ ഒരുപാട് ആളുകളെ എന്നിലേക്ക് കണക്ട് ചെയ്തു. കാരണം എനിക്ക് 1 മാസത്തേക്കുള്ള വർക്ക് കിട്ടി. തീർച്ചയായിട്ടും ഇതാണ് സക്സസ്. അല്ല, അവിടെ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ സത്യത്തിൽ പിന്നെ സ്പിരിച്വാലിറ്റിയുടെ ഹയർ ലെവലിലേക്ക് പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഇത്ര നാൾ യാത്ര. അതായത് 26 വർഷത്തിൽ 20 വർഷം വരെ ഈ ഒരു സ്പിരിച്വലിൻ്റെ ഹൈ ലെവലിലേക്ക് ഞാൻ എത്തി. ബട്ട് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. അതായത് ഫൈനാൻസ് എന്നിൽ വന്നില്ല. ഒക്കെ വന്നു പോണു ഒരുപാട് ആളെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ വാച്ച് ചെയ്യുന്നത് എന്നെ ഒരു സ്പിരിച്വൽ ഗുരു അല്ലെങ്കിൽ മഹാഗുരു എന്ന ലെവലിൽ അവർ വാച്ച് ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നോർമൽ, എൻ്റെ എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഹൈ മണി ഫെസിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ റെസ്പെക്റ്റും നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് മണിയിലാണ് ആളുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. മണി മാസ്റ്ററി.